എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. ഇവിടെ മലയാളികളുണ്ടോ? അവിടെ ഈ ഓണം ഉണ്ടാവും. ഓണം ഒരു മതേതരത്തിന്റെ ഉത്സവമാണ്. ഒരിക്കലും ഞാൻ സിനിമയിൽ വരാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പം എങ്ങനെയായിരിക്കും പെട്ടെന്ന് താൻ കേസ് കൂടെ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? എന്താ സാർ ഇത്? യഥാർത്ഥത്തിൽ അത് ശ്രീനേട്ടൻ ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു. ശ്രീനേട്ടന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നവാസ് ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് തെരുവിലാണ് നാടകം അവതരിക്കുന്നത്. സ്റ്റേജിൽ പോലും ആളുകൾ ചുറ്റും 1000-ഓളം ആളുകൾ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ പോയി നാടകം. റീൽസിൽ വന്നത് ഞാൻ കണ്ടതാണ്. ഗുരുവായൂർ അമ്പലമാണെന്ന് വിചാരിച്ച ഒരു ചേച്ചി അവിടുന്ന് പ്രാർത്ഥിക്കുക. ഒരു ചേച്ചി മാത്രമല്ല, ലാസ്റ്റ് പ്രേതം പിടിക്കാൻ വരുമെന്ന് അറിഞ്ഞിട്ട് രാത്രി ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? കഴിഞ്ഞ് പിറ്റേന്നാണ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അതിനൊക്കെ എന്നോട് ചോദ്യം ചോദിച്ച പ്രധാനപ്പെട്ട ചാനലിന്റെ പുറത്തുള്ള പക്ഷേ സോറി ഞാൻ ഇന്നലെ പറഞ്ഞതല്ല. അവർക്ക് അത് കുഴപ്പമില്ല, സ്വാഭാവികം അങ്ങനെ പറയും. എനിക്ക് പ്രധാനപ്പെട്ട ആരെങ്കിലും വേണ്ടേ? അങ്ങനെ അവര് നമ്മളൊരു തരം വളരെ ഇതായിട്ട് കണ്ടു. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫ്രേ മീഡിയയിലേക്ക് സ്വാഗതം. ഈ ഓണനാളുകൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഈ ഓണം അടിപൊളിയാക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം PP കുഞ്ഞികൃഷ്ണൻ മാഷാണ്. മാഷിനെ നമുക്ക് വെൽക്കം ചെയ്യാം. മാഷേ, വെൽക്കം ടു ഇൻഫ്രേ മീഡിയ. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? ഓണവിശേഷം ഓണം തുടങ്ങാൻ വേണ്ടി പോയിരുന്നു. ചിങ്ങമാസം 1 മുതൽ നമ്മുടെ നാട്ടിൽ ചിങ്ങം 1 മുതൽ 30 ദിവസം പൂക്കളിടും. 30 ദിവസം പൂക്കളിടും? 30 ദിവസം ചിങ്ങം 1 മുതൽ 30 ദിവസമാണ് പൂക്കളുണ്ടാകുക. മുൻപ് വളരെ മുമ്പെന്ന് പറഞ്ഞാൽ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പൂക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടൊരു കുട്ടികൾ മുതിർന്നവരെല്ലാം പാടത്തും പറമ്പിലെല്ലാം പോകും. അന്ന് ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു. തുമ്പപ്പൂ, കാക്കപ്പൂ. കാക്കപ്പൂ എന്ന് പറഞ്ഞാൽ അറിയാം? പാടത്തിന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു വൈറ്റ് കളർ പോലെ. പിന്നെ കോളാമ്പിപ്പൂ ഉണ്ടാവും, കൃഷ്ണഗിരിയുടെ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പൂക്കളും ശേഖരിച്ചുകൊണ്ടിരും. അപ്പൊ പൂക്കൾ ശേഖരിക്കാൻ വേണ്ടിട്ട് പ്ലാവില കോട്ടാള ഉണ്ടാവും. കോട്ടാള പറഞ്ഞാൽ അറിയാം? കുമ്പിള്. എല്ലാ സ്ഥലത്തും ചിലപ്പോ കോട്ടാള പറഞ്ഞാൽ അറിയാം. നമ്മുടെ നാട്ടിൽ പറഞ്ഞ കോട്ടാള. ആ കോട്ടാളയിലാണ് പൂ ഇരിഞ്ഞു വെക്കുക. പൂവിരിയിൽ പറഞ്ഞാൽ അതെ അതെ. പൂ ഇരിഞ്ഞ് കോട്ടാളയിൽ വെക്കും. എന്നിട്ട് അത് തലേന്നാള് ശേഖരിച്ചു വെക്കും. ശേഖരിച്ചു വെച്ചാൽ ഇപ്പോഴത്തെ പോലെ മുമ്പ് കളമുണ്ടായിരുന്നു. ഓരോ വീട്ടിലും കളമുണ്ടായിരുന്നു. ആ കളത്തില് ചാണകം തേച്ച നല്ല സ്ഥലമുണ്ടായിരുന്നു. ചാണകം തേക്കുക പറഞ്ഞാൽ ചാണകവും ചകിരിയുടെ കരിയും ചേർത്തിട്ടാണ് ചാണകം തേക്കുക. അങ്ങനെ തേക്കുന്ന സമയത്ത് നല്ല കളറുണ്ടാവും, നല്ല കറുപ്പ് കളറുണ്ടാവും. അത് പാള ഉപയോഗിച്ച് നല്ല സ്റ്റൈലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലെ അമ്മമാരുണ്ടാവും. അവരത് ചെയ്ത് രാവിലെ കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടച്ച് പൂക്കളിടും. അത് കുട്ടികളും അമ്മമാരും ഒക്കെ വന്നിട്ട് പൂക്കളുണ്ടാവും. ഇപ്പൊ പൂ അന്വേഷിച്ച് പോകുന്ന ഏർപ്പാടില്ല. ഇപ്പൊ നമുക്കെല്ലാം റെഡിമെയ്ഡ്. പൂക്കൾ ഇഷ്ടംപോലെ റെഡിമെയ്ഡ് ആയിട്ട് പൂക്കൾ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല പൂക്കളം തന്നെ റെഡിമെയ്ഡ് പൂക്കളം അല്ലേ, ഷീറ്റ്. അതുകൊണ്ട് തുണി മാത്രമല്ല, ഇപ്പൊ പ്ലാസ്റ്റിക് അതുപോലെ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ. അപ്പൊ ആ കാലം മാറി. പൂക്കള് കിട്ടാനില്ല. പൂക്കള് കുറവാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നാടൻ പൂക്കളില്ല. തുമ്പപ്പൂ കിട്ടാനില്ല. തുമ്പപ്പൂ കുഞ്ഞിനോട് ചോദിച്ചാൽ ചിലപ്പം തുമ്പപ്പൂ കണ്ടിന്ന് ചോദിച്ചാൽ അറിയാത്ത കുട്ടികൾ പോകും. ചിലപ്പം പ്രത്യേകിച്ച് ടൗണുകളിലൊന്നും തുമ്പപ്പൂ ഒന്നും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രദേശത്ത് ഇപ്പോഴെങ്കിലും കുറേശ്ശെങ്കിലും ഉണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഗ്രാമീണ മേഖല ഉണ്ടായാലും കണ്ണൂർ ജില്ലയിലായാലും ഗ്രാമീണ മേഖലയിലെല്ലാം തുമ്പപ്പൂ ഉണ്ട്. അതുപോലെ ഇത്തവണ കൃഷ്ണഗിരിയിലുണ്ട്. ഇപ്പൊ മാടായിപ്പാറകളും പോയി ഈ സമയത്ത് ഇഷ്ടം പോലെ കാക്കപ്പൂ ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പൊ ഓണത്തില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഓണസദ്യ എന്ന് പറയുന്നത്. മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? ഓണത്തിന് മുമ്പ് കാലത്ത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാല് ഓണത്തിനുണ്ടാക്കുന്ന സദ്യ പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി തന്നെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ആല, പശുവിന്റെ ആല, ആ തൊഴുത്തിന്റെ തൊട്ടന്നെ ചാണകം ഇടുന്ന സ്ഥലമുണ്ടാവും. അവിടെ
ഈ ചാണകത്തിൽ തന്നെ മുളച്ചു വരുന്ന കുമ്പളം, മത്തൻ, അതിന് വേറെ കൃഷിയൊന്നും ചെയ്യണ്ട. അല്ലാതെ തന്നെ ഈ ആലയുടെ മേലേക്ക് പടർന്നു വരുന്ന മത്തനും കുമ്പളവും അതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള കറിയാണ് പഴയ കാലത്ത് നമുക്ക് ഓണത്തിനുണ്ടാകുന്ന സദ്യ. പിന്നെ ഓണത്തിനാണ് നമ്മുടെ നാട്ടിൽ ഈ ചില സ്ഥലത്തൊന്നും ഓണത്തിന് ചിക്കൻ ഉപയോഗിക്കുകയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഓണത്തിന് പ്രധാനപ്പെട്ട ഒരു മെയിൻ ഐറ്റം ചിക്കനാണ്. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ചിക്കൻ കിട്ടുകയും ചെയ്യും. ചിക്കൻ കറി വളരെ പ്രധാനമാണ്, അതിന് ഇഷ്ടമാണ്. പക്ഷെ അന്ന് ചിക്കൻ കറി കൂട്ടുക എന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലെ എല്ലാ ദിവസവും ചിക്കൻ അല്ല. അന്നൊരു പ്രത്യേകത പറഞ്ഞാൽ ഒന്നുകിൽ ഈ പറയുന്ന ഓണം വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട പരിപാടി വേണം. അത് വീട്ടിലുണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഈ ബ്രോയിലർ ചിക്കൻ അല്ല, വീട്ടിൽ വളർത്തുന്ന കോഴി, നല്ല പൂവൻ കോഴീനെ അത് ഓടിച്ചു പിടിക്കും. ഓടിച്ചു പിടിച്ച് അതിന്റെ പിന്നെ പൂടയെല്ലാം കളഞ്ഞ് നമ്മളോട് തൊപ്പിട്ടാന്ന് പറയും. തൊപ്പിട്ടെല്ലാം കളഞ്ഞ് എന്നിട്ട് അത് ആ ചൂട്ടെല്ലാം വെച്ച് കത്തിച്ചിട്ട് അതിന്റെ പുറത്തുള്ള ഇതെല്ലാം കരിച്ചു കളയും. അതിന് വീട്ടിൽ തന്നെ അറുത്ത് നല്ല വൃത്തിയാക്കിയിട്ടാണ് ഒരു കോഴിയെ വെക്കും. പക്ഷെ 10-25 ആളുണ്ടാവും കഴിക്കാൻ. പക്ഷെ അതിന്റെ ഒരു കഷ്ണേ കൊണ്ടു. അതിന്റെ രുചി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രുചി ഉണ്ടാവും. നാടൻ കോഴിക്കറിയുടെ രുചി എന്ന് പറയുന്നത് അത് തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് വെക്കേണ്ടത് പോലെ വെച്ചാൽ അത്രയും ടേസ്റ്റ് ഇല്ല. അത് മതി ചോറ് തന്നെ. ഞാൻ അത്യാവശ്യം എന്തെങ്കിലും അങ്ങനെ കാര്യമായിട്ട് എനിക്ക് പിന്നെ കറി ഉണ്ടാക്കാൻ തോന്നിയില്ല. പക്ഷെ വീട്ടിലെ അമ്മയും അവരെല്ലാം നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് പോകും. ഓണത്തിന് നാട്ടിലെ സ്പെഷ്യൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ലബ്ബുകളും വായനശാലകളെല്ലാം എല്ലാ ദിവസവും മത്സര പരിപാടികൾ സംഘടിപ്പിക്കും. അത് ചിലപ്പോൾ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഓരോ പ്രദേശത്ത് ഒരു സ്ഥലത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അപ്പുറത്തായിരിക്കും. അങ്ങനെ ഇപ്പൊ തടിയങ്കോല് മനീഷ തിയേറ്റേഴ്സ് അതുപോലെ കൈരളി ഗ്രന്ഥാലയം എല്ലാ വർഷവും തിരുവോണ നാളിൽ ഓണാഘോഷ പരിപാടി നടത്തും. രാവിലെ വീടുകളിൽ പൂക്കളുണ്ട്. അത് മത്സരമാണ്. ചിലപ്പോൾ അത് മാവേലി എഴുന്നള്ളത്തിലുണ്ടാവും. മാവേലിയുടെ കൂടെ പോയി പൂക്കളം കാണും, അല്ലെങ്കിൽ മാവേലി വീടുകളിലെല്ലാം പോയി ആളുകളെ ഒന്ന് കണ്ടിട്ട് വരും. അങ്ങനെ പരിപാടിയുണ്ട്. പിന്നെ പൂക്കള മത്സരം ഉണ്ടാവും, പിന്നെ ക്വിസ് മത്സരം ഉണ്ടാവും, ചോദ്യാവലി, പിന്നീട് പദ്യം ചൊല്ലല്, ലളിതഗാനം, ചലച്ചിത്രഗാന മത്സരം, നാടൻപാട്ട് മത്സരം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ബിസ്ക്കറ്റ് ഈറ്റിങ്, തവളച്ചാട്ടം, ചാക്ക് റേസ്, പിന്നെ തെങ്ങിൽ ഇത് കവുങ്ങ കയറ്റം, ഓണത്തല്ല്, കമ്പോലി ഓർമ്മല്ല, കബഡി, ഇതുപോലുള്ള വ്യത്യസ്തമായ മത്സരങ്ങളുണ്ടാവും. ഈ മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു രാത്രി 8 മണി 8:30 ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നാട്ടുകാരുടെ കലാപരിപാടികൾ, ചെറിയ സ്കിറ്റോ അല്ലെങ്കിൽ ഡാൻസോ ലഘു നാടകങ്ങളോ ഇതെല്ലാം രാത്രി ഉണ്ടാവും. പിന്നെ ഗാനമേള ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളും സംഘടിപ്പിക്കും. നാട്ടുകാരുടെ ഒരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത്. ഞാൻ പാട്ട് പാടാൻ കൂടും. ചെറിയ അങ്ങനെ വലിയ പാട്ട് ഒന്നുമല്ല. പിന്നെ നാട്ടിലെല്ലാം ഈ പറയുന്ന എല്ലാ കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും. സന്തോഷം. ഇപ്പോഴും നോക്കാം അവസരപ്പെടാം. ഇപ്പോഴും നാട്ടിൽ എന്തെങ്കിലും പരിപാടി കസേര കളി ഉണ്ടാവും. കൂടെ വരുന്നത് ബലൂൺ ഫൈറ്റിംഗ് ഉണ്ടാവും. ഈ ബലൂൺ കാലില് കെട്ടിയിട്ടില്ല അങ്ങനെയുള്ള കളികളുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഈ സമയത്ത് ഇപ്പോഴും നാട്ടിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പരിപാടികൾ പങ്കെടുക്കും. ഇപ്പൊ ഈ പഴയ കാലത്തെ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിൽ ഇപ്പൊ ഇൻസ്റ്റന്റ് ഓണാണല്ലോ. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആണ്. പണ്ട് അങ്ങനെയല്ല. ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂ പറിക്കാനായിട്ട് ഓടി നടക്കുന്നതും അതുപോലെ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ നേരത്തെ എല്ലാരും ഒരുമിച്ചായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ഇന്നത്തെയും തമ്മിലുള്ള ഓണത്തിന്റെ വ്യത്യാസം എന്താണ്? ഓണത്തിന്റെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്ന് പൂക്കളത്തിന്റെ കാര്യത്തിലെ വ്യത്യാസം ഞാൻ പറഞ്ഞു, മറ്റൊന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകത പറഞ്ഞു. മുമ്പ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നാടൻ വിഭവങ്ങൾ തന്നെ ഉപയോഗിക്കും. ഇപ്പം കടകളിൽ പോയിട്ടാണ് മുഴുവൻ സാധനം നമ്മൾ വാങ്ങിക്കുന്നത്. ആ കടകളിൽ പോയി വാങ്ങിക്കുന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ വിഷവും ചേർക്കാതെയാണ്. വിഷവസ്തുക്കൾ ചേർക്കാതെയുള്ള നല്ല ഭക്ഷണം കിട്ടും. ഇന്നിപ്പോ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കുന്ന പറഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അതിൽ തന്നെ ഒരുപാട് വിഷാംശമുള്ള ഉണ്ടെന്ന് നമുക്ക് സത്യം അറിയാം. പക്ഷെ എന്നാൽ പോലും നമുക്കത് വാങ്ങി കഴിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. വേറെ പച്ചക്കറി നമ്മൾ ഉത്പാദനം വളരെ കുറഞ്ഞു. കർഷകർ പിന്നെ കൃഷി ചെയ്യുന്നതിൽ നിന്ന് കുറെ പുറകോട്ട് പോയി. ഒന്നും നഷ്ടമാണ് പ്രധാനമായിട്ട്. വാഴ കൃഷി ആയാലും ഇനി പച്ചക്കറി കൃഷി ആയാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്. അപ്പൊ പല ആളുകളും ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം കൃഷി ചെയ്യുന്ന ആളുകൾ പുറകോട്ട് പോവുകയും അതൊരു വ്യത്യാസമാണ്. ഇത് പച്ചക്കറി ഒരു വ്യത്യാസമാണ്. പിന്നീട് ഇപ്പൊ പച്ചക്കറിയേക്കാൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ചിക്കനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മട്ടൺ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്.
അപ്പൊ അതൊരു മാറ്റാണ്. പിന്നെ കൂട്ടായ്മകൾ, ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളെയും കേരളീയരായിട്ടുള്ള എല്ലാവരും, അത് മാത്രം മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഓണം ഉണ്ട്, എല്ലാ സ്ഥലത്തും ഓണാഘോഷവും. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. അപ്പൊ പഴയ കാലത്ത് ഓണം പുതിയ കാലത്ത് ഓണം തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തായാലും പൂക്കളം ഇടുന്നതിലും വളരെ വ്യത്യാസമുണ്ട്. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാലത്തിലൊക്കെ പൂക്കൾ, ഇപ്പൊ അതൊന്നും കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ല. നമ്മളെ കാണാനുള്ള കോൺക്രീറ്റ് പോയി, ഇന്ന് ആർക്കും സമയമില്ല. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഓർഡർ ചെയ്ത പിന്നെ അതെല്ലാം വീട്ടിലേക്ക് എത്തും. പിന്നെ കുട്ടികളാണെങ്കിൽ നമ്മുടെ ഈ ചാനലുകൾ വന്നതോടുകൂടി ഓണെല്ലാം ചാനലിന്റെ മുന്നിലും ആയിക്കോട്ടെ, അതൊരു പ്രത്യേകത. അതെ, ഇപ്പോ വീട്ടില് ഉള്ള ടൈമിലും ഇപ്പൊ ലൊക്കേഷനിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ലൊക്കേഷൻ ഓണം ആയിരുന്ന സമയത്തുണ്ടായിട്ടില്ല, ഓണത്തിന് മുന്നേ ഓണാഘോഷം. അത് 1-2 ലൊക്കേഷനിൽ ഓണാഘോഷം ഉണ്ടായിരുന്നു, ഓണസദ്യ പരിപാടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത്? രാവിലെ ഒരു ഷൂട്ട് ഉണ്ടാവുമല്ലോ, ഷൂട്ടുകൾ ഭക്ഷണം ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നല്ലേ, നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമാണല്ലോ തയ്യാറാക്കി, എല്ലാ വിഭവങ്ങളും ഉണ്ട്. പഴം, പപ്പടം, ശർക്കര, ഉപ്പേരി തുടങ്ങിയ എല്ലാ, മോര്, രസം എല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണം എല്ലാം. ഇഷ്ടപ്പെട്ട പായസം? നമ്മുടെ അവിടെയൊക്കെ കൂടുതലായിട്ടും പാലട ഉണ്ടാക്കാറുള്ളത്. അതെ, ഇപ്പൊ ഒരു മാഷിൽ നിന്ന് ഒരു നടനായി വന്നിരിക്കുകയാണ്, ആ ഒരു മാറ്റം എങ്ങനെയാണ്? നടൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുമ്പേ നാടകം കളിക്കുന്നത്, തെരുവ് നാടകം, അതുപോലെ തന്നെ മറ്റ് സ്റ്റേജ് നാടകം, അത് ക്ലബിന്റെ വാർഷികത്തിന്, സ്കൂളിന്റെ വാർഷികത്തിന്. പക്ഷെ അതിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേകത, അന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ നമുക്ക് അറിയും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾ നമ്മൾ തിരിച്ചറിയുന്ന അവസ്ഥയുണ്ട്. നമ്മളെ കണ്ടാലും അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പൊ അങ്ങനെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു 10-100 ആളുകളുണ്ടെങ്കിൽ 1-2 ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നത് നമുക്ക് വലിയ കാര്യമല്ല. അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിലെ മാത്രം അറിയുന്ന ഒരാള് ഇപ്പോ എറണാകുളത്ത് വന്നാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയാലും ആരെങ്കിലും തിരിച്ചറിയുന്നത് വലിയ കാര്യം. അതൊരു മാറ്റം. ആ മാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നത്? സന്തോഷം, വലിയ സന്തോഷമുണ്ട്. ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ, എന്തായാലും സന്തോഷം. ആദ്യമായിട്ട് ചെയ്ത ഇന്നാത്താൻ കേസുകൂടെ എന്ന സിനിമ ചെയ്ത ടൈമില് ആൾക്കാർ ഇത്രയും ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എല്ലാരും തിരിച്ചറിയും, ഇപ്പോഴും ആ ഒരു പേര് പറഞ്ഞ സാറിനെ തിരിച്ചറിയുന്നതുണ്ട്. എങ്ങനെയാ ആ ഒരു ഇതിനെ കുറിച്ച് പറയാൻ? ആ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമെന്ന് പല ആളുകളോട് പറഞ്ഞിരുന്നു, ഈ സിനിമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത പല ആളും പറഞ്ഞു. ആണെങ്കിൽ തമാശാക്കുന്നില്ല അർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ സിനിമ റിലീസായപ്പോഴാണ് നാട്ടുകാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ അവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ആളുകൾ ഇപ്പം കാണുമ്പോൾ പറയുന്നുണ്ട് നാത്താൻ കേസ് കൊണ്ടിലെത്താൻ സിനിമ ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വന്ന കക്ഷി കിരൺ, അദ്ദേഹം പറഞ്ഞു വളരെ അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ പ്രകമ്പനം ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ലാസ്റ്റ് പ്രേതം പിടിക്കാൻ വരുമെന്ന് അറിഞ്ഞിട്ട് രാത്രി ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്, ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന് ചെയ്യാനായിട്ട്? അത് വിജേഷ് പാണത്തൂരാണ് അതിന്റെ സംവിധായകൻ. അദ്ദേഹം എന്നോട് വീട്ടിൽ വന്ന് കഥയെല്ലാം പറഞ്ഞു. കഥയെല്ലാം പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തായാലും ഇത് നല്ല, അതായത് അതിന്റെ പകുതി വരെ ഒരു അച്ചാച്ചൻ, ഒരു പാവം പ്രതീക്ഷിച്ചില്ല. പിന്നെ അത് രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിലാണ് യഥാർത്ഥത്തിൽ കക്ഷി. അപ്പൊ ഈ അമ്മ മരിക്കുന്നത് യഥാർത്ഥത്തിൽ സങ്കടം ഉണ്ടോ, പറ്റിപ്പോയതാണ്, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ആ തലക്ക് വിലങ്ങിയ സമയത്ത് ഭക്ഷണം തൊണ്ട കുടുങ്ങിയല്ലോ, ആ കുടുങ്ങിയ സമയത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത്. പക്ഷെ അടിച്ചതിൽ ആള് തീർന്നുപോയി. അപ്പൊ പിന്നീടാണ് കഥ ഡൈവേർട്ട് ചെയ്യുന്നത്. എന്റെ കഥാപാത്രത്തിന്റെ മൊത്തം ലുക്കും മാറുന്നതാണ് വിചാരിച്ചത്. അപ്പൊ അത് വിജേഷ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ആ സിനിമ. കഥ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സിനിമ ഹിറ്റായി, നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതിൽ സങ്കടം ഉണ്ടായെന്ന് പറഞ്ഞാൽ നവാസ് ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് വിട്ടുപോയത്. അതിപ്പോഴും നമ്മുടെ മനസ്സിലൊരു സങ്കടമുണ്ട്. ലൊക്കേഷനിൽ നല്ല എല്ലാവരും നല്ല കമ്പനിയായിട്ട് അത് നമ്മുടെ ഗണപതിയുടെ മുത്തച്ഛനായിട്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അവരോടൊപ്പം ഉണ്ടായിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ എന്തായിരിക്കും? മറക്കാൻ പറ്റാത്ത ഓർമ്മ പറഞ്ഞാൽ അവര് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ. അവര് നമ്മളെ ജനറേഷനായിട്ട്
വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ നമ്മളുടെ നല്ല അടുപ്പം കാണിച്ചാണ് ഗണപതി ആയാലും സാഗറായാലും എല്ലാം. അതെ, ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ റീൽസ് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാവർക്കും കൂടുതൽ ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ അതിനകത്ത് അഭിനയിച്ച അമീനാണെങ്കിലും നല്ലൊരു ഈ റീൽസ് ഒക്കെ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഹാഷിർ, അവര് ആ ടീമും ഇപ്പൊ അതെ. അപ്പോ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ചേട്ടൻ കാണുന്നത്? മുമ്പ് നമുക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ നടക്കാൻ, ഒരുപാട് ശ്രമങ്ങൾ നടക്കാൻ. പക്ഷെ ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ഈ റീൽസ് എടുത്ത് പ്ലാറ്റ്ഫോമില് നല്ല സാധ്യതയാണ്. ആളുകൾക്ക് അഭിനയിക്കണം എന്ന് മോഹമുള്ളത് എന്തെങ്കിലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഡയറക്ടർമാർ ഇതൊക്കെ കണ്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയ ഒരുപാട് നല്ല കഴിവുകൾ ഇപ്പൊ വാഴയിലൊക്കെ ഹിറ്റായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് ഒരു സാധ്യത തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന എത്ര കുട്ടികളുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ചെറിയ മക്കൾ പോലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അവർ അഭിനയിക്കുന്നുണ്ട്. അവർ കഴിവുകൾ മുമ്പ് ഈ അവസരമില്ല. മുമ്പ് നാട്ടിൽ നേരത്തെ പറഞ്ഞ ഓണത്തിന് ഒരു മോണായിട്ടോ ഒരു പ്രത്യേകം അവതരിപ്പിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചാൽ അത് തീർന്നു. പക്ഷെ ഇന്നതല്ല. ഇന്നിപ്പോ ഒരുപാട് സാധ്യതകളുണ്ട്. ചാനലുകളാണെങ്കിൽ മത്സരിക്കുന്ന ഒരു ഭാഗത്ത്, സോഷ്യൽ മീഡിയയിൽ വേറൊരു ഭാഗത്ത്, അങ്ങനെ എല്ലാ തരത്തിലും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. മാഷിന് അഭിനയം എന്ന മോഹം മനസ്സിൽ കൂടിക്കയറിയത് ഞാൻ അഭിനയിക്കുന്നത്, ഞാൻ നാട്ടില് ചെറിയ പ്രായത്തിൽ നാടകത്തിലെല്ലാം അഭിനയിക്കുന്നു. 18 വയസ്സിൽ തെരുവ് നാടകത്തിൽ നമ്മളെ മനീഷയുടെ നാടകം അതിൽ അഭിനയിക്കുന്നു. തൊട്ടടുത്ത് എന്നന്നുള്ള സ്മാരക നാടകം അതിന് നാടകം അഭിനയിക്കുന്നു. AKT കലാവേദി ഒരു നാടകത്തിൽ. അങ്ങനെ ഗ്രാമീണ കലാസമിതിയുടെ നാടകങ്ങളിൽ അഭിനയിച്ചു. പരിഷത്തിന്റെ കലാജാഥ, ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി കലാജാഥയിൽ 10 വർഷത്തോളം അതിന്റെ പരിശീലനമായിരുന്നു. അത് ഞാൻ ക്യാമ്പുകളിൽ, സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അക്ഷര കലാജാഥ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം നടന്ന സമയത്ത് അതിന് അക്ഷര കലാജാഥയിലെ സംസ്ഥാന പരിശീലനത്തിൽ പങ്കെടുത്ത് ഒരു 30 ദിവസം കലാജാഥയും കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ മുഴുവൻ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ കലാജാഥയിൽ ഒരുപാട് നാടകങ്ങളും. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. ഇതുപോലുള്ള പാട്ടുകൾ ആ സാക്ഷരത യജ്ഞം നടക്കുന്ന സമയത്ത് ആ പാട്ടുകളൊക്കെ പാടി, അത് തെരുവിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. സ്റ്റേജിൽ പോലും ആളുകൾ ചുറ്റും 1000-ഓളം ആളുകൾ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ പോയി നാടകം കളിക്കാൻ. അങ്ങനെയുള്ളൊരു നാടക അഭിനയം ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോഴും അത്തരം നാടകങ്ങൾ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അവസരം ഉണ്ടാവുന്നുണ്ട്, പങ്കെടുക്കും. അപ്പം എങ്ങനെയായിരിക്കും പെട്ടെന്ന് ഇന്നത്തെ കേസ് കൂടുതൽ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഇന്നത്തെ കേസ് കൂടുതൽ സിനിമ ഒരിക്കലും ഞാൻ സിനിമയിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. കാരണം എന്റെ നാട് തടിയൂർ, ഞാൻ പറഞ്ഞല്ലോ. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അടുത്ത് കണ്ണങ്കൈ, ചെറുത്തൂർ കണ്ണങ്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷൂട്ടിന്റെ ഇന്റർവ്യൂ, അതായത് ഓഡിഷൻ നടക്കുന്നത്. രാജേഷ് മാധവൻ, ഗോകുല്, ദീപ്തി, രാകേഷ് ഉഷാർ ഇവരൊക്കെ ആയിരുന്നു അതിനകത്തെ അന്ന് ചെയ്തിരുന്നത്. അപ്പൊ എന്നോട് ഉണ്ണിരാജാണ് പറഞ്ഞത് ഫോട്ടോ അയച്ചു കൊടുക്കാൻ. അങ്ങനെ ഉണ്ണിരാജിന്റെ നിർബന്ധത്തിൽ വഴങ്ങിയിട്ടാണ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തത്. ഫോട്ടോ അയച്ചെടുത്ത് അവരെ വിളിച്ചു, ഓഡീഷൻ നടന്നു. 3 തവണ ഓഡീഷന് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഓഡീഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഏതോ ചെറിയ റോളിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത്, ഓഡീഷൻ നടത്തിയത്. അവസാനം ആ വീട്ടിലായിരുന്നു. ആ വീടിന്റെ ചുമരിന് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് പോയി ആവശ്യമുള്ള പോയിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു വന്നു. ഓഡീഷനിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരം പറഞ്ഞു, അതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒരു പ്രതീക്ഷയില്ല. ഓഡീഷൻ കഴിഞ്ഞ് ആ ഫോട്ടോ എടുത്തിട്ട് പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല. അപ്പൊ പിന്നെ ഞാനത് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. പക്ഷെ 1 മാസം കഴിഞ്ഞ ശേഷമാണ് വിളിച്ചത്. ഇങ്ങനെ അന്ന് ഓഡീഷനിൽ പങ്കെടുത്തതല്ലേ, ഒരു പ്രീ ഷൂട്ടുണ്ട്, ഒരു 10-12 ദിവസം മയ്യച്ചേരി അതിൽ പങ്കെടുക്കുന്നത്. AKG ക്ലബിലായിരുന്നു. അവിടെ പോയി അതിൽ പ്രീ ഷൂട്ടിൽ പങ്കെടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതിലെ
ചാക്കോച്ചന്റെ കൂടെ പ്രധാനപ്പെട്ട വേഷമാണ് മജിസ്ട്രേറ്റിന്റെ റോളാണ്. അന്നാണ് മനസ്സിലായത്. അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചു. ഏറ്റവും നല്ല, അതായത് ചാക്കോച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട റോളാണെന്ന് മനസ്സിലായി. ആ സിനിമ 2028 ആഗസ്റ്റ് 11 ഈ മാസം. ഇതിപ്പോ 4ാമത്തെ വർഷമാണ് ആഗസ്റ്റ് 11 റിലീസായിട്ട്. ആദ്യത്തെ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. എങ്ങും അറിയപ്പെടില്ല, അല്ലെങ്കിൽ ആ കൊച്ചു ഗ്രാമത്തിൽ തന്നെ മാത്രം ഒതുങ്ങി പോകുമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഇന്നിപ്പോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് ഉണ്ടാവണമെങ്കിൽ അങ്ങനൊരു ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ അന്ന് അത്രയും കഷ്ടപ്പാടുകൾ സാർ ചെയ്തത് കൊണ്ടല്ലേ? അല്ല, എന്നെ സംബന്ധിച്ച് സിനിമയിൽ വരാൻ വേണ്ടി ഒരു കഷ്ടപ്പാടേ ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല. ഒരു വാതിൽ തുറന്നിട്ടേക്ക് സിനിമ എങ്ങനെ സംഭവിച്ചെന്ന് പറയാം. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ, സാധാരണഗതിയിൽ സന്തോഷ് ടി ഗുരുവിടെ അതിന്റെ പ്രൊഡ്യൂസർ, ഒരു പുതിയ സിനിമ എടുക്കുമ്പോൾ പുതിയ ആളുകളെ വെച്ചിട്ട് സിനിമ എടുക്കാനുള്ളൊരു മനസ്സ് കാണിച്ചില്ലേ. സാധാരണഗതിയിൽ ഒരിക്കലും ഒരാൾ 1,00,000 രൂപ ചെലവഴിച്ച് സിനിമ എടുക്കുമ്പോൾ പുതിയ ആളുകൾ വെച്ച് പരീക്ഷിക്കാൻ നോക്കൂല. പക്ഷെ അവർ പരീക്ഷണത്തിനോട് തയ്യാറാണ് സന്തോഷ് ടി ഗുരുവിള, അതുപോലെ തന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി സിനിമയിൽ അഭിനയിക്കാൻ. നല്ല അഭിപ്രായം, നല്ല സഹകരണമാണ്. നമ്മളുമായിട്ട് നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചത് നടൻ. ഇതിനർത്ഥത്തിൽ അദ്ദേഹം നമ്മളോട് പെരുമാറിയിട്ടുണ്ട്. ഇനിയിപ്പോ റിലീസ് ആവാനുള്ളത് ജയരാജ് സാറിന്റെ പെരുങ്കളിയാട്ടം, സുരേഷ് ഗോപി നായകനായിട്ടുള്ള തിമിംഗലവേട്ട എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. രാജേഷ് ഗോപൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അതില് ഒരുപാട് നടന്മാരുണ്ട്. പിന്നീട് ഓം ശാന്തി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസാവേണ്ടത് എപ്പോൾ റിലീസാന്ന് പറയില്ല. അതുപോലെ തന്നെ നമ്മുടെ സണ്ണി ലിയോൺ നായികയായിട്ടൊരു സിനിമയുണ്ട്, വിസ്ത വില്ലേജ് എന്നാണ്. ഇതിന്റെ ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു. ഓണം കഴിഞ്ഞാൽ റിലീസാവുന്നതാണ് പറയുന്നത്. പിന്നെ പ്രേംപാറ്റ ആമീർ പള്ളിക്കല് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. കോഴിക്കോടാണ് ഷൂട്ട് കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിൽ റിലീസാവും. ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കാലന്റെ തങ്കക്കുടം എന്ന് പറഞ്ഞൊരു സിനിമ. നല്ല പേര്. അതില് ഇന്ദ്രജിത് സുകുമാരൻ നായകനാണ്, ഇന്ത്യൻ സാറിനുണ്ട്, അങ്ങനെ കുറെ പേര് അത് അഭിനയിക്കുന്നു. അതിന്റെ ഷൂട്ട് ഇനിയിപ്പോ ഈ മാസം അതിന്റെ ലാസ്റ്റ് ഷെഡ്യൂൾ അതിലുണ്ട്. ഗുരുവായൂർ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ലൊക്കേഷൻ? ഗുരുവായൂർ അമ്പലത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ സെറ്റ് ഇട്ടത് അത്ഭുതമാണ്. സുനിൽ എന്ന് പറയുന്ന പക്ഷേ എന്റെ നാട്ടുകാരാണ് പയ്യന്നൂർ. ഗുരുവായൂർ അമ്പലം എങ്ങനെയാണോ അതുപോലെ. അതെ, ഈ റീൽസിൽ വന്നത് ഞാൻ കണ്ടതാണ്. ഗുരുവായൂർ അമ്പലമാണെന്ന് വിചാരിച്ച ഒരു ചേച്ചി അവിടുന്ന് പ്രാർത്ഥിക്കുക. ഒരു ചേച്ചി മാത്രമല്ല, 1500 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. ആ കലാകാരന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പെരുമാറിയത്. ചെരുപ്പെല്ലാം അയച്ച് പുറത്ത് വെച്ച് ഭയങ്കര ചിട്ടയോട് കൂടി അതിനകത്ത് വരും. അപ്പൊ ഒരു 20 ദിവസത്തോളം അതേ സ്ഥലത്ത് തന്നെയായിരുന്നു. ആലുവ സെറ്റ് ഇട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ സുനില് അത്രയും നല്ല കലാകാരന്മാർ ഇത്രയും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തിട്ടൊരു സിനിമയാണ്. അതിലിപ്പോ റിനിയ ദിവാകർ, നമ്മുടെ പിന്നെ ഹാരിസ്ക, ഇവരൊക്കെ അതിന്റെ മെയിൻ പ്രൊഡക്ഷന്റെ ഭാഗത്തുണ്ടായിരുന്നു. നന്നായി അതിനെല്ലാം ശ്രദ്ധിച്ചത്. നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും. നേരത്തെ പൃഥ്വിരാജിന്റെ വൈഫാണ് സുപ്രിയ, അവരാണ് അതിൻ്റെ കോർഡിനേഷൻ മറ്റു കാര്യം, അതായത് മൊത്തം അതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അവിടെയുള്ള ഓരോ ആർട്ടിസ്റ്റിനും എന്തൊക്കെ പ്രയാസങ്ങളുടെ പ്രശ്നമുണ്ട് എന്നോട് തന്നെ വ്യക്തിപരമായി ചോദിച്ചിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ പഠിക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തിട്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറയുന്നത് ബുദ്ധിമുട്ടും വേണ്ട. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും താമസത്തിന്റെ കാര്യത്തിലായാലും അവിടെ വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ജൂനിയർ സീനിയർ അങ്ങനത്തെ ഒന്നും വിഷയമൊന്നുമില്ല. ഏറ്റവും നല്ല ഭക്ഷണം ഒക്കെ കൊടുത്തിട്ടുള്ള ലൊക്കേഷനാണ്. ഒരു കുടുംബം പോലെ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് പാട്ട് പാടും. അദ്ദേഹം എല്ലാ സമയത്തും ലൊക്കേഷൻ ഉണ്ടല്ലോ, നല്ല ആളുകളുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്തു. നിഖില ഉണ്ടായിരുന്നു, ബേസിൽ ജോസഫ്, നമ്മുടെ എന്റെ നാട്ടുകാരി അനശ്വര,
അതെല്ലാവരും ഉണ്ട്. ഇപ്പോ ഗുരുവായൂർ അമ്പല നടയിലെ ക്യാരക്ടറിനെ പറ്റി ചോദിച്ചാൽ ആ ക്യാരക്ടറും ഇപ്പൊ ഇരിക്കുന്ന മാഷും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തൊക്കെ ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ബന്ധമൊന്നുമില്ല. ശരിക്കും ചേട്ടൻ എങ്ങനെയാണ്? ഈ കാണുന്ന പോലെ തന്നെയാണോ അതോ സിനിമയിലും കാണുന്ന പോലെയാണോ? നമ്മളിപ്പം ഒന്നൊരു ദിവസം കണ്ടു, കണ്ടു, അതിനുശേഷം 3-4 തവണ വിളിച്ചല്ല. ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് അതേപോലെ തന്നെ തോന്നുന്നു. അതന്നെ. ഇപ്പൊ ഈ സിനിമയൊക്കെ ചെയ്തിട്ട് വീട്ടില് നാട്ടിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെയാ? വീട്ടിൽ നാട്ടിൽ ചെല്ലുമ്പോ ഒന്നുമില്ല, സാധാരണ സെലിബ്രിറ്റി ഒരു സെലിബ്രിറ്റി ഇല്ല. ഇപ്പൊ ഞാൻ മുമ്പേ അങ്ങനെയാണോ നാട്ടില് അതേപോലെ തന്നെയാണ്. എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും ഇപ്പൊ വായനശാലയിൽ പോകും, ക്ലബിൽ പോകും, അവരൊഞ്ച് ക്യാരംസ് കളിക്കുന്ന ക്യാരംസ് കളിക്കും, അവരൊഞ്ച് വർത്താനം പറയും. പരിപാടി എറണാകുളത്ത് താമസിക്കുന്നില്ല, അവള് കഴിഞ്ഞ ഉടൻ അന്ന് രാത്രി വണ്ടി കയറും, നാട്ടിലെത്തും, ആവശ്യത്തിന് തിരിച്ചു വരും. പറഞ്ഞ നാട്ടില് എല്ലാവരുമായിട്ട് വളരെ കൂടായിട്ട് പണ്ടത്തെ പോലെ തന്നെ. നമ്മളെ നാട്ടുകാർക്ക് സ്ഥിരം കാണുമ്പോ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ട്രെയിൻ കയറി വന്ദേ ഭാരതിലും വരുന്ന സമയത്ത് ആളുകൾ ഫോട്ടോ എടുക്കുകയും ചെയ്യും. ഫാമിലി സപ്പോർട്ട് കൊണ്ട് നമ്മളിങ്ങനെ പോകുന്നത്. ഭാര്യ പേര് സരസ്വതി, തൊട്ടടുത്ത ഒരു LP സ്കൂളിൽ ഇപ്പൊ പ്രധാന അധ്യാപിക, ഈ ജൂൺ മാസത്തിൽ പ്രധാന അധ്യാപിക. മൂത്ത മോൻ സാരംഗ് ഷിപ്പിലാണ്, മർച്ചന്റാണ്. രണ്ടാമത്തെ മോൻ ആസാദ് ഇപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വീട്ടിലുണ്ട്, ഇന്റർവ്യൂ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. മൂത്ത മോൻ സാരംഗിന്റെ വിവാഹം ഈ നവംബർ 8 തീരുമാനിച്ചിട്ടുണ്ട്. കല്യാണം ചെയ്ത് കാഞ്ഞങ്ങാടാണ്. സുസ്മിത എന്നാണ് കുട്ടിയുടെ പേര്. അപ്പൊ കല്യാണത്തിന് ക്ഷണിച്ചു. ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി കല്യാണത്തിനൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ പോകുന്നല്ലേ. ഇനിയിപ്പോ ചേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറില് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇനിയും അതുപോലത്തെ ക്യാരക്ടർ കിട്ടണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ്? അതുപോലത്തതല്ല, ഇപ്പൊ ഇന്നത്തെ കേസോട് ഒരു മുഴുതുള്ള റോളല്ലേ, അതുപോലെ ഒരു ജാതി ജാതത്തിലും അതുപോലെ തന്നെയാണ്, പ്രകമ്പനത്തിലും മോശമില്ലാത്ത. പിന്നെ നമ്മുടെ പ്രിയദർശൻ സാറിന്റെ കൊറോണ പേപ്പേഴ്സിൽ അതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ കൂടെ അഭിനയിക്കണം ആഗ്രഹമുണ്ട്, പ്രഗത്ഭരായ നടന്മാരെ കൂടെ അഭിനയിക്കണം ആഗ്രഹമുണ്ട്. പിന്നെ ആശയാണല്ലോ, അതിങ്ങനെ മറ്റേ ഇയാൾ പറഞ്ഞ പോലെ ആശയാകുന്ന ഭാഷ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ഇനിയും ആഗ്രഹങ്ങൾ പോകും. അങ്ങനെയല്ല, നല്ല ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കണം നടക്കും. ഹിറ്റ് ആവുന്ന സിനിമ മുൻകൂട്ടി ഒന്നും പ്രവചിക്കാൻ കഴിയില്ല, പക്ഷെ എന്നാൽ പോലും ചില സിനിമകൾ ഹിറ്റാവും. ചില സംവിധായകന്മാരുടെ ഇപ്പോൾ സത്യനന്ദിക്കാടിന്റെ സിനിമയൊക്കെ നമ്മളൊരു കാലത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ട, CB മലയ് സാറിന്റെ സിനിമയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ ശ്രീനാഥിന്റെ സിനിമ ഒരുപാട്, അങ്ങനെയുള്ള സിനിമകൾ, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള സിനിമകൾ, ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഇനിയും അത്തരം സിനിമകൾ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ പഴയ കാലത്തെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് വ്യത്യാസം, ഓരോ കാലഘട്ടത്തിലും സിനിമ മാറിയിട്ടുണ്ട്. പണ്ട് നമ്മ പറയും മരഞ്ചുറ്റി പ്രേമമാണ് പഴയ സിനിമയിലൊക്കെ അല്ലേ. ഇപ്പൊ ഇടക്കാലത്ത് പിന്നെ സംഘം ആണ്, ഡാൻസ് ചെയ്യുന്ന സംഘങ്ങളാണ്. അപ്പൊ അതൊക്കെ മാറി വരുന്നു അല്ലേ. ആദ്യം 2 പേര് മാത്രമായിരുന്നു, പിന്നീട് അത് കുറെ ആളുകൾ ചേർന്നിട്ട് ഡാൻസ് കാര്യങ്ങളെ. പഴയ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളും വലിയ മാറ്റമുണ്ട്. പഴയ പാട്ടുകളിൽ നമുക്ക് മനസ്സിൽ തങ്ങുന്ന ഒരുപാട് പാട്ട്, ആയിരക്കണക്കിന് പാട്ടുണ്ട്. ഇപ്പൊ ജാനകിയമ്മ മരണപ്പെട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു 48,000-ഓളം പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു വലിയ പ്രതിഭ. അതും മലയാളം അറിയാഞ്ഞിട്ട് പോലും 1200-ഓളം മലയാളം പാട്ടുകൾ പാടിയിട്ടുള്ള ഏറ്റവും നന്നായി നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് ചിലപ്പോ താരാട്ട് പാട്ടായാലും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പാടുന്ന പാട്ടായാലും, കുട്ടികളുടെ ശബ്ദത്തിൽ പാടുന്നതിൽ അമ്മമാരുടെ പാട്ടായാലും, വാത്സല്യമായാലും, പ്രണയമായാലും, വിരഹമായാലും ഏറ്റവും മനോഹരമായി പാടിയിട്ടുള്ള, അതൊരിക്കലും നമുക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഗാനങ്ങൾ ഇനി ഉണ്ടാവുക, അല്ലെങ്കിൽ അത്തരം ഗായികമാർ അതിനേക്കാളും ചിലപ്പോൾ മെച്ചപ്പെട്ടവരുണ്ടാവാം. പക്ഷെ ജാനകി അമ്മയെ പോലെയുള്ള പാട്ടുകാർ, അത് നമുക്ക് ഒരിക്കലും ഒരു വലിയ നഷ്ടം തന്നെയാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് സംഭവിച്ചുള്ള വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ പാട്ടിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, സിനിമയുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സിനിമകൾ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്. താരതമ്യം ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞാൽ അതാത് കാലഘട്ടത്തിന്റെ. ഇപ്പൊ പഴയ ഫിലിം അല്ലേ റോൾ ചെയ്യുന്നത്, അത് മാറി, സാങ്കേതികത്വം മാറി. ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ.
പിന്നെ പുതിയ തലമുറക്ക് ജെൻസി തന്നെ നമ്മൾ പറയുന്നത് പുതിയ തലമുറക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകളിലേക്ക് പോയേ പറ്റൂ. പക്ഷെ കലാമൂല്യമുള്ള സിനിമ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഐക്യവും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന സിനിമകൾ, നല്ല സന്ദേശങ്ങൾ നൽകുന്ന സിനിമകൾ ഉണ്ടാവണമെന്നാണ്. വിനോദത്തിനാണ് സിനിമ, വിനോദത്തോടൊപ്പം സന്ദേശങ്ങളും നൽകുന്ന സിനിമകൾ ഉണ്ടാവണം. മാഷി ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏത് സിനിമയായിരിക്കും ഏറ്റവും ഇഷ്ടം? അല്ല, അതിപ്പോ ആദ്യത്തെ സിനിമ ഏറ്റവും ഹിറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ ആദ്യം പറയുകയായിരിക്കും. പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള സിനിമകളെല്ലാം എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഇപ്പോൾ വിശേഷത്തിലെ റോള് നല്ലതാണ്, സംശയം എന്നുള്ള സിനിമയിലത്തെ നല്ല റോളാണ് കുട്ടി, മുഴുവനുള്ള കഥാപാത്രം തന്നെയാണ്. അപ്പൊ അങ്ങനെയെല്ലാം സിനിമകളുണ്ട്. ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഏതായിരിക്കും? അങ്ങനെ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് പറയാണ്ട് പറ്റില്ല. നമുക്ക് കഥ വായിക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ. കഥ പറഞ്ഞു തരുമ്പോ അത് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അഭിനയിക്കും. കോമഡി റോളാണോ ഇഷ്ടം? കോമഡി ഇഷ്ടമാണ്. കോമഡി ആളുകൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് കോമഡി ചെയ്യാനും താല്പര്യമാണ്. ഇപ്പൊ ചെയ്തിരിക്കുന്നതില് എന്തെങ്കിലും ഡയലോഗ് എന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് മാഷ് ഏത് ഡയലോഗ് എന്റെ അടുത്ത് പറയും? ഇന്നത്തെ കേസുകളിൽ ഡയലോഗ് ആയിരിക്കില്ല പറയുന്നത്, കൊറേ പറഞ്ഞു ഞാൻ. എന്നാ ഈ അടുത്ത് ഏതെങ്കിലും മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്? കല്യാണപ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതി പത്രി. അത് കേട്ടില്ല? ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ഒരു ജാതി ജാതകത്തില് വിനീത് ശ്രീനിവാസൻ പറയുന്നതാണ്. അതുപോലെയുള്ള ഡയലോഗും പാട്ടും എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് ആ കേസ് ഇവിടെ തന്നെയായിരിക്കും അല്ലെ? അത് 100%. എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവിടെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. അതൊരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം കിട്ടിയ സിനിമകളെയും സംവിധായകരെയും മറക്കാൻ പറ്റും. ഇപ്പൊ മോഹൻ മണ്ടോടിയാണ് ഒരു ജാതി ജാതകത്തിൽ. അദ്ദേഹം യഥാർത്ഥത്തിൽ അത് ശ്രീനേട്ടൻ ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു. ശ്രീനേട്ടന് സുഖമില്ലാത്തതുകൊണ്ടാണ് ആദ്യം, നിങ്ങൾ ചിലപ്പോൾ കുറെ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മനസ്സിലാവും, ആദ്യത്തെ അതിനകത്തെ പരസ്യം തന്നെ അതായിരുന്നു. ശ്രീനേട്ടനും മകനും വിനീത് ശ്രീനിവാസനും നിൽക്കുന്ന ഒരു ജാതി ജാതകം, മോഹൻ മണ്ടോടി സംവിധാനം ചെയ്ത എം മോഹൻ സംവിധാനം ചെയ്ത സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനേട്ടന് പറ്റാത്തതുകൊണ്ടാണ്, കഴിയാത്തതുകൊണ്ടാണ് ആ റോളിലേക്ക് എന്നെ പരിഗണിച്ചത്. ആ ഒരു പരിഗണന വന്നു കഴിഞ്ഞപ്പോ മാഷിന് എന്താ ആദ്യം തോന്നിയത്? എന്നെ അതിന് അവരങ്ങനെ ചിന്തിച്ചല്ലോ. വിനീത് ശ്രീനിവാസനോട് എന്റെ പേര് പറഞ്ഞപ്പോ അദ്ദേഹം ഓക്കെ പറഞ്ഞാ പറഞ്ഞത്. ഞാനാണ് ഈ കഥാപാത്രം ചെയ്തു പറയുമ്പോ അദ്ദേഹം സന്തോഷത്തോട് സ്വീകരിച്ചു. അതിനുശേഷം വിനീത് ശ്രീനിവാസൻ എന്റെ നാട്ടിലൊരു ഗാനമേള പോന്നു. അദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ കൂടിയ കൂട്ടത്തിൽ നിന്ന് പറയുകയും ചെയ്തു. അതെല്ലാം വലിയൊരു അംഗീകാരമല്ലേ, അവാർഡിനേക്കാൾ വലുതല്ലേ അത്. എന്റെ നാട്ടിൽ വന്നിട്ട് വിനീഷ് എന്ന് പറയുന്ന ഈ ആക്ടർ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എന്റെ അച്ഛൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം അഭിനയിച്ചത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും. എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടാത്തൊരു അവാർഡാണത് അല്ലേ? അതെ. ഈ സ്കൂൾ മാഷ് ആയിരുന്ന ടൈമില് എങ്ങനെയായിരുന്നു? ഞാൻ സ്കൂളില് നാടകം, സ്കൂൾ വാർഷികത്തിന് എല്ലാ വർഷവും നാടകം കളിക്കും. വാർഷികത്തിന് നാടകം ബാലഗോപാല മാഷ് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒട്ടേറെ സംസ്ഥാന അവാർഡുകൾ വാങ്ങിയിട്ടൊരു മാഷ് നമ്മളെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പുറത്ത് നാടകം കൊണ്ട് അവതരിപ്പിക്കുന്നതിനേക്കാളും പറയുക വാർഷികത്തിൽ നമ്മുടെ സ്കൂളിലത്തെ നാടകം എടുക്കുന്നതാണ്. അപ്പൊ സ്കൂളിലെ മാഷന്മാരിലും കൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭട്ടതിരി മാഷായാലും നാരായണ മാഷായാലും ബാലകൃഷ്ണ മാഷായാലും എല്ലാവരും അഭിനയിക്കുന്നവരാണ്. എല്ലാവരും നല്ല നടന്മാരാണ്. സുധാര മാഷ് എല്ലാവരും അഭിനയിക്കുന്ന കക്ഷണം. അപ്പൊ എല്ലാവരും കൂടി നാടകം എടുക്കും, അഭിനയിക്കും, അത് വാർഷികത്തിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന സമയത്ത് കുട്ടികളും രക്ഷിതാക്കളും മുമ്പിൽ വന്നിരിക്കും. അന്ന് ഇതുപോലെ കസേരയിട്ടിട്ടല്ല നാടകം കളിക്കുന്നത്. ആ ഇതിനൂർ സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു പ്രത്യേകത പൂഴിമണലാണ്. പൂഴിമണലില് എല്ലാ ആളുകളും വന്ന് നിരത്തിരിക്കും. ഒരു നാടകമാണ് 10 മണി 11 മണിക്ക് നാടകം അവതരിപ്പിച്ചാൽ എല്ലാവരും കാണും. അതൊരു വലിയ അനുഭവമാണ്. അങ്ങനെ നാടകം കളിച്ചൊരു അനുഭവം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് അവരുടെ കൂട്ടത്തിൽ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ ഒരു ഗുണമാണ് നമുക്ക് ശരിക്കും പറഞ്ഞത് ഇന്നും കിട്ടുന്നത്. അതെ. ഈ ഓണക്കാലത്ത് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? ഓണത്തിന് മനസ്സിലേക്ക് വരുന്ന എല്ലാ കൊല്ലവും അടുത്ത കൊല്ലം ഓണം വരണം എന്ന് അല്ലേ? ഇപ്പൊ ഈ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസം വരുമ്പോ തന്നെ മനസ്സിലൊരു സന്തോഷമാണ്. പുതിയ ഒരു ഉടുപ്പ് കിട്ടുക എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്തൊക്കെ വള്ളി ട്രൗസറാണ്.
കള്ളി ട്രൗസർ ഇട്ടിട്ടാണ് സ്കൂളിൽ പോകുക. അന്ന് ട്രൗസർ എന്നെല്ലാം പറഞ്ഞാൽ കിട്ടാക്കരിയാണ്. ട്രൗസറും കുപ്പായെന്നെല്ലാം പറഞ്ഞത് വളരെ വളരെ ചെരുപ്പ് പോലും ചിലപ്പോ നമുക്കൊന്നും ഉണ്ടാവാനേ ഇല്ല. ചെരുപ്പിലിടാൻ തുടങ്ങിയത് അടുത്ത കാലത്ത്. ചെരുപ്പ് വളരെ ചെറിയ പ്രായത്തിൽ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. നമ്മുടെ നാട്ടിൽ മിക്കവാറും ആളുകൾ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. ചെരുപ്പൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അടുത്ത കാലത്താണ്. അത് ഒരു നല്ല പുതിയ വസ്ത്രം കിട്ടുന്ന ഒരു ദിവസമാണ്. അതിന്റെ ആ പുതുമണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒക്കെ പുതിയ തലമുറക്ക് പറഞ്ഞാൽ ഇഷ്ടംപോലെ വസ്ത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരു തലമുറയാണ്. പണ്ട് ഒരു ഉടുപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മണം, ആ പുതിയ ഉടുപ്പിന്റെ മണം ഉണ്ടല്ലോ, അതൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ, ഇപ്പം മറക്കാൻ പറ്റില്ല. ആ ഒരു ഓണത്തിന് പുതിയ കുപ്പായം ഇട്ട് ഈ വായനശാലയിടത്തേക്ക് പോകുന്നതും പാട്ട് പാടാൻ പോകുന്നതും കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരിക്കലും മായാത്ത ചില കാര്യങ്ങളാണ്. പുതിയ ഓണക്കോടി കിട്ടുക എന്ന് പറയുന്നത് നാട്ടിലെ കുട്ടികൾക്കെല്ലാം അതൊരു സന്തോഷമാണ്. ഓണക്കോടി ആ ഒരു ഡ്രസ്സേ ഉണ്ടാവും. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ എന്താ പറഞ്ഞാല് ഒരു വീട്ടില് ഒരു കുട്ടിക്ക് 4 5 അല്ലെങ്കിൽ 6 ഓണപ്പുടവ് കിട്ടും. കാരണം അമ്മാവന്മാരും വാങ്ങി കൊടുക്കും, അച്ഛനും വാങ്ങും, അമ്മയും വാങ്ങും, ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനും വാങ്ങി കൊടുക്കും, അടുത്ത വീട്ടുകാർ പോലും തൊട്ടടുത്ത കുട്ടികൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കും. പക്ഷെ അന്ന് ഒന്നുമില്ല. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു പ്രത്യേകത പറഞ്ഞാൽ പണ്ട് ഉള്ള ഈ വള്ളി ട്രൗസറിന്റെ പ്രത്യേകത പറഞ്ഞാൽ കോട്ടി കളിക്കാൻ പോകുമ്പോൾ, നീന്താൻ പോകുമ്പോൾ, മറ്റ് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഈ ട്രൗസറിനെയാണ്. സ്കൂളിൽ പോകുമ്പോൾ ഈ ട്രൗസറിനെയാണ്. ഒരു ട്രൗസർ അല്ലെങ്കിൽ 2 ട്രൗസറേ ഉണ്ടാവും. അതിനെല്ലാം ഈ നിലത്തൊക്കെ കോട്ടി കളിക്കുമ്പോൾ പ്രത്യേകത നിലത്തിട്ട് വരഞ്ഞിട്ട് ഇതിനെല്ലാം ഓട്ട പോയിട്ടുണ്ടാവും ട്രൗസറിന്. അപ്പൊ ആ വെടികൊണ്ട ട്രൗസറും കൊണ്ടാണ് ചിലപ്പോ എല്ലാവരും പോകുന്നത്. അപ്പൊ ഒരു പുതു വസ്ത്രം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അന്ന് ഒരു ദിവസം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്, അന്ന് ഓണത്തിന്റെ ദിവസം എന്തായാലും നല്ല ഭക്ഷണം ഉണ്ടാവും. എന്തായാലും കഷ്ടപ്പെട്ടിട്ടായാലും അച്ഛനും അമ്മയും അത് ആക്കി തരും. ആ സമയത്ത് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടെ പോയിരിക്കുവായിരുന്നു. ഇല്ല, സദ്യ വട്ടങ്ങളൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സദ്യ വട്ടം നേരത്തെ പറഞ്ഞ മത്തൻ, കുമ്പളം, നമ്മളെ പറമ്പിൽ ഉണ്ടാക്കുന്ന വണ്ടി അതെല്ലാം മറിച്ചിട്ടുള്ള ഒരു കറി, അത്രയും പറയുന്നുണ്ട്. വലിയ സദ്യ വട്ടമൊന്നുമില്ല. ഇല്ലത് കൊണ്ട് ഓണം പോലെ. അങ്ങനെയാണ്. അതുപോലെ തന്നെ എനിക്ക് കാസർഗോഡ് ഭാഷ ഭയങ്കര ഇഷ്ടം. അത് ഈ കാസർഗോഡ് ഭാഷ എന്ന് പറയുന്നത് എന്റെ പ്രദേശം കണ്ണൂർ ജില്ല തൊട്ട് ബോർഡറാണ്. പയ്യന്നൂരിന്റെ അടുത്താണ് തൃക്കരിപ്പൂർ കടന്നാന്ന് പറയുന്നത്. ഈ കാസർഗോഡ് അങ്ങേ അറ്റത്ത് വടക്കേ അറ്റത്ത് ഇല്ല സംസാരം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് നാക്കുന്നു, നീ എന്ത് തിരിയുന്നില്ല എനിക്കെന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് സംസാരം നമുക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. പക്ഷെ നമ്മളെ പയ്യന്നൂരായിട്ട് അടുത്ത ബന്ധം അല്ലെങ്കിൽ കണ്ണൂർ ജില്ല കാരണം ഒരു തിരിയാത്തെന്ന് പറയില്ല ഭാഷ. നമുക്ക് കണ്ടിനാ നീ കേട്ടില്ല, നീ അവിടെ പോയി, നിനക്കൊന്നും തിരിഞ്ഞില്ലേ, നീ അവിടെ പോന്നു എന്നെല്ലാം പറയുന്നത് അതെല്ലാം നമ്മുടെ നാട്ടിൽ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കുറച്ചും കൂടി അങ്ങോട്ട് പോയത്. എന്റെ റൂംമേറ്റ് ഒരു കുട്ടി ഉണ്ടായിരുന്നു, നീ പീടിയെ പോയിനാ, നീ കൂടി പോയാ, നീ എന്തൊന്നും വാങ്ങി, നീ വാങ്ങിയിട്ടൊന്നുമില്ലേ, നീ ഒന്നും വാങ്ങിയിട്ട, നീ എന്തിനു പോയില്ല അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാനിവിടെ വന്ന ടൈമിൽ എന്തീ പറയുന്നേ, എനിക്ക് പകുതി മനസ്സിലായി പീടിയെ പോയിരുന്നു. നമുക്കത് കേട്ട് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡ് അല്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പറയും എന്താ പറഞ്ഞേ, ഇപ്പൊ ഇതായി കേട്ടോ, ഇപ്പൊ എല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സ്ലാങ്, സ്ലാങ് ആണ് നമ്മളെ അതെ ആളുകൾ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ആ ഒരു സ്ലാങ് ആ ഒരു പടത്തിൽ വന്നു കഴിഞ്ഞപ്പോ ചേട്ടൻ കുറച്ചുകൂടി ഈസി ആയില്ലേ? എങ്ങനെ ഇപ്പോ സിനിമയിലേക്ക് വരുമ്പോ നമ്മുടെ ഈ ഭാഷ, ഈ സ്ലാങ് ഒക്കെ പ്രശ്നമാവാറുണ്ടോ? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. അങ്ങനെയില്ല. ഇപ്പൊ പഞ്ചവത്സര പദ്ധതിയിലൊക്കെ തന്നെ വേറെ സ്റ്റൈൽ തന്നെയാണ് സംസാരിക്കുന്നത്. തിമിംഗലവേട്ടയിലും കുറെ സ്റ്റൈൽ, നമ്മളെ കാസർഗോഡ് ശൈലിയല്ല, എല്ലാത്തതും സംസാരിക്കാൻ അറിയാം. അതെ, ഞാൻ പറയാം. ഇപ്പൊ ടിവിയില് സീരിയല് പോലത്തെ പരിപാടി ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഏഷ്യാനെറ്റിലൊരു സീരിയൽ ഈ പുഴയും കടന്നു ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞു. പിന്നെ ബിഗ് ടിവി ഇപ്പൊ ഒരു പുതിയ ഷോ തുടങ്ങിയിട്ടുണ്ട്, അത് ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. മിഥുൻ ആണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ അതിപ്പോ 2 എപ്പിസോഡ് കഴിഞ്ഞു. ഇന്നിപ്പോ അതിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. എങ്ങനെയാ മിനി സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ മിനി സ്ക്രീനില് ഇതൊക്കെ ചെയ്യുമ്പോ? ഈ സിനിമ എന്ന് പറയുന്നത് സിനിമ തിയേറ്ററിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ, പിന്നെ അല്ലെങ്കിൽ ചാനലിൽ വരണം. അപ്പോ എന്റെ നാട്ടിൽ പറഞ്ഞാൽ ഒരുപാട്
ആളുകൾ TV സീരിയലുകൾ സ്ഥിരമായി കാണുന്ന ആളുകൾ 7 മണിക്ക് തുടങ്ങിയാൽ അത് 10 മണി വരെ അതിന് മുന്നിലിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അത് അവർക്ക് വീട്ടിലെ പണിയെടുത്തുകൊണ്ട് ഇത് കാണാം എന്നത് അതിൻ്റെ വേറെ പ്രത്യേകത. അപ്പോൾ എന്നോട് സീരിയലിന് വേണ്ടി ചോദിച്ചപ്പോൾ അപ്സര എന്ന് പറയുന്ന അവരെന്നെ വിളിച്ചു, ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്യാൻ. അപ്പം ഞാൻ ആദ്യം ചെറിയ പറഞ്ഞപ്പോൾ പറഞ്ഞു 6-20 ദിവസം മാത്രമേ സീരിയൽ തുറന്ന് ചിലപ്പോൾ 2, 3, 5 വർഷം കാത്തിരുന്നു. എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഒരു 20 ദിവസം മാത്രമേ നിങ്ങൾക്കായിരുന്നു, ദിവസം കഴിഞ്ഞാൽ പിന്നെ വരണ്ട. അങ്ങനെ 25 ദിവസം ഷൂട്ട്, 20 പറഞ്ഞ് 25 വരെ പോയി. മുൻകൂടിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ 25 ദിവസം ഷൂട്ട് കഴിഞ്ഞു. ഇപ്പൊ അതിലില്ല ഞാൻ. പക്ഷെ സീരിയൽ ഇപ്പോഴും ആ കഥാപാത്രം മരിച്ചു, പക്ഷെ ഇടയ്ക്കിടെ മക്കളെ ഓർമ്മപ്പെടുന്നൊരു കഥാപാത്രമായിട്ടുണ്ട്. സീരിയലില് അഭിനയിച്ചതുകൊണ്ട് പറഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അമ്മമാര് സിനിമ കാണുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്കറിയാം തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു വിഭാഗം വേറെ തന്നെയാണ്. വീട്ടിലിരുന്ന് അമ്മമാര് ചിലപ്പോൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകണമെന്നൊന്നുമില്ല, അല്ലാത്തൊരു നമുക്ക് വീട്ടിലിരുന്ന് ഇത് കാണുന്നുണ്ട്. ഈ സീരിയൽ കണ്ട് സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇപ്പോ ഇന്നത്തെ കേസുകളുടെ മൂവി തിയേറ്ററിൽ പോയി കണ്ട ടൈമില് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ പയ്യന്നൂരിൽ സിനിമ കണ്ടത് ആദ്യം. രാവിലത്തെ ഷോ തന്നെ കണ്ടിരുന്നു. അപ്പൊ കാണാൻ പോകുമ്പോ എൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളെല്ലാം വന്നിരുന്നു. വീട്ടുകാർ എൻ്റെ ഏട്ടനും അനിയത്തിയും അവരെല്ലാം വന്നിരുന്നു. പെങ്ങളെ മോളെല്ലാം വന്നിരുന്നു. ഒരിക്കലും ഒരു സിനിമ അവർക്ക് യഥാർത്ഥത്തിൽ സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ ഇതിലൊരു പ്രധാനപ്പെട്ട റോളാണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നാട്ടുകാരോടും പറഞ്ഞിട്ടില്ല, വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന് പ്രധാനപ്പെട്ട റോളാണ്. രസകരമായൊരു സംഭവം കൂടിയുണ്ട്. ഇന്നത്തെ കേസോട് റിലീസാകുന്ന സമയത്ത് 10-ാം തീയതി പയ്യന്നൊരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഇപ്പോൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാള് എറണാകുളത്ത്, രാജേഷ് മാധവൻ എറണാകുളത്ത്, സന്തോഷ് ടി കുരുവിള എറണാകുളത്ത്, അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും എറണാകുളത്ത്. പത്രസമ്മേളനം വിളിക്കുന്നത് നമ്മൾ ആ പ്രദേശത്തുള്ള ചില ആളുകൾ മാത്രമാണ് വിളിക്കുന്നത്. അപ്പോൾ പത്രത്തിൻ്റെ ചാനലിലും ആളുകളൊക്കെ വന്ന് ഇരുന്നു. അപ്പോൾ എനിക്ക് ആരും വരാത്തത് ആരും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നമ്മളെല്ലാം വന്നിട്ടുണ്ട്. വന്നു നിങ്ങളെ എന്തിനാ വന്നിരുന്നു? അതിന്റെ പ്രധാനപ്പെട്ട ആരെങ്കിലും വേണ്ടേ എന്തെങ്കിലും. അങ്ങനെ അവര് നമ്മളൊരു തരം വളരെ ഇതായിട്ട് കണ്ടു. സാധാരണ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയുക, ആരും കാണുന്നില്ല, പ്രധാനപ്പെട്ട നടന്മാരും ആരും കാണുന്നില്ല. അവസാനം അവര് എന്നാലും തുടങ്ങിക്കോന്ന് തുടങ്ങി കാര്യങ്ങളെല്ലാം പറഞ്ഞു. നാളെ തുടങ്ങുന്നതാണ്, ഇന്ന് സംവിധാനം ഇന്നാണ് അതിന്റെ പ്രൊഡ്യൂസർ, ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നവരെ പറഞ്ഞു. കഴിഞ്ഞ് പിറ്റേന്നാണ് സിനിമ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അതിനകത്തെ എന്നോട് ചോദ്യം ചോദിച്ച പ്രധാനപ്പെട്ട ചാനലിന്റെ പ്രവർത്തനം വന്നിട്ട്, പക്ഷേ സോറി ഞാൻ ഇന്നലെ പറഞ്ഞതല്ല. അവൻ അത് കുഴപ്പമില്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എന്തിനാന്ന് വിളിച്ചെന്ന് ചോദിക്കുമല്ലോ. സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് സന്തോഷമായിരുന്നില്ല. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്ത രാജേഷ് മാധവൻ ഒരു നടനാണ്, അതുപോലെ തന്നെ ഒരു ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് പറയാം. കാസ്റ്റിംഗ് ഡയറക്ടർ നല്ലൊരു നടൻ, അങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹം നല്ലൊരു കഴിവുള്ള വ്യക്തി തന്നെയാണ്. ഇപ്പൊ പെണ്ണും പൊറോട്ടും റിലീസായി, ഏറ്റവും നല്ല നിലയിൽ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഒരുപാട് അവാർഡുകൾ കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു സിനിമയാണ്. ഇപ്പൊ തന്നെ നല്ലൊരു അവാർഡിന് വേണ്ടിയിട്ട് ആ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് ധീരൻ മൂവി അദ്ദേഹം അഭിനയിച്ച നടനായിട്ട് കേന്ദ്ര കഥാപാത്രം. സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടു. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം നന്നായിട്ട് ഇതിലുണ്ടല്ലോ, നമ്മളെ പ്രകമ്പനത്തില് ലാസ്റ്റ് വന്നിട്ട് ഈ പ്രകമ്പനത്തിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അത് എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. അത് അവരുടെ ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല, ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എന്നെ വിളിക്കട്ടെ. ഒരു ഡ്രസ് എടുത്തിട്ട് അങ്ങനെയാണ്. ഇപ്പൊ ഈ രാജേഷ് മാധവന്റെ ധീരൻ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി പറയണ എന്റെ നാട്ടിൽ ആ സിനിമ ഷൂട്ട് ചെയ്തു. ഇല്ല കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ ആയിരുന്നില്ലേ. അങ്ങനെ ഒടക്കാലി കോതമംഗലം. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടനെ. അദ്ദേഹത്തെ കാണുവാണെങ്കിൽ പറയണം.
ഓക്കെ ഓക്കെ ലിംഗം കഴിച്ചെന്ന് ആ തീർച്ചയായിട്ടും അയച്ചു തരാം. അപ്പൊ ഒത്തിരി സന്തോഷം. കല്യാണം വിളിച്ചു അതുപോലെ തന്നെ ഓക്കെ, എനിക്ക് ഓക്കെ, ഈ ഒരു താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് ഈ ഓണക്കാലത്ത് എന്താണ് ചേട്ടൻ പറയാനായിട്ടുള്ളത്? ഓണം ഒരു മതേതരത്തിന്റെ ഉത്സവമാണ്. അതുകൊണ്ട് ഇവിടെ മലയാളികളുണ്ടോ അവിടെ ഈ ഓണം ഉണ്ടാവും. എല്ലാവരും കൂട്ടായി നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഓണം ആഘോഷിക്കണം. എന്നും ഓണം ആയി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? മാവേലി ആണിരുന്നു എന്ന് പറഞ്ഞത് ഒരു ഐതിഹ്യമാണെങ്കിലും അങ്ങനെ ഒരു രാജ്യം വരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ നല്ല നാട് വരണം. അതിനുവേണ്ടി നമുക്കെല്ലാവരും പ്രയത്നിക്കാം. പണക്കാരനോ പാവപ്പെട്ടവനോ ഇല്ലാത്ത എല്ലാവരുടെയും ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന നല്ലൊരു കാലം വരണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം. അതുപോലെ തന്നെ ചേട്ടൻ ഇവിടം വരെ വന്നതിനും ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഈ ഒരു ഓണക്കാലം അതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ ഓണക്കാലവും നല്ല ഐശ്വര്യത്തിന്റെയും സമൃദ്ധി നല്ലൊരു നാളുകളാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എല്ലാ ഇൻഫ്രൈം മീഡിയയുടെ പ്രേക്ഷകർക്കും നിങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തകർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ഓണാശംസ. താങ്ക് യു ചേട്ടാ. ഓക്കെ.